എല്ലാ സുഹൃത്തുക്കൾക്കും ലവ് സ്റ്റോറി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ നോക്കുവാനായി മക്കൾക്ക് തീരെ സമയമില്ലാതായിരിക്കുന്നു. അതിനാൽ ഒരു പിതാവ് മക്കളോട് ചെയ്ത അതിമനോഹരമായ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. അദ്ദേഹത്തിന് തീരെ വയ്യ, എന്നാലും അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. ഒരു ദിവസം അങ്ങനെ വയ്യാതിരിക്കുമ്പോൾ മക്കളാരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല. അങ്ങനെ അദ്ദേഹം തന്നെ ഓട്ടോ വരാൻ പറഞ്ഞു. മെല്ലെ പിടിച്ച് ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിലെത്തി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഡ്മിറ്റ് ആകാതെ നിങ്ങൾ മരുന്ന് കൊണ്ടുപോയി കഴിച്ചാൽ ശരിയാകില്ല, വീട്ടിൽ പോയിട്ട് എന്തായാലും അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ അഡ്മിറ്റ് ആകാം. പക്ഷേ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം വേണം. എന്നെ പരിപാലിക്കുവാൻ 2 അതിമനോഹരമായ സുന്ദരികളായ തരുണിമണികളായ 2 നേഴ്സുമാർ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഈ പ്രായത്തിലും ഇതൊക്കെ വേണോ എന്നുള്ളത്. വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞു. അതിമനോഹരമായ തരുണീമണികളായ 2 സുന്ദരിമാരായ നേഴ്സുമാരെയും അതേപോലെ ഒരു റൂമും അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അദ്ദേഹം അവിടെ അഡ്മിറ്റായി. അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മക്കളൊക്കെ അറിഞ്ഞു അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരുണ്ട്, 2 ആൺകുട്ടികളാണ്. അവർ 2 പേരും അച്ഛനെ കാണുവാനായി അവിടെ എത്തുകയുണ്ടായി. ഉടനെ അച്ഛൻ എന്തൊക്കെയാണ് വേണ്ടത്, കുടിക്കാൻ ചായ വേണോ, ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നു. അവർ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വരുന്നു. അങ്ങനെ അച്ഛന് കുടിക്കാനായി ജ്യൂസും മേടിച്ചിട്ട് വരുന്നു. അച്ഛൻ ജ്യൂസ് മേടിച്ചപ്പോൾ അത് കുടിച്ചു. പഴങ്ങൾ മേടിച്ചതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അതൊന്നും അദ്ദേഹം കഴിച്ചില്ല. അങ്ങനെ മക്കളോട് പറഞ്ഞു, ഒരാളോട് നീ പോയിട്ട് ഒരു ഇളനീര് മേടിച്ചിട്ട് വാ എന്ന് ഒരു മകനോട് പറഞ്ഞു. വേറൊരു മകനോട് പറഞ്ഞു, എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കണമെന്നുണ്ട്, നീ പോയി ഒരു നാരങ്ങ വെള്ളവും മേടിച്ചിട്ട് വായോ എന്ന്. അങ്ങനെ 2 മക്കളെയും അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞ് വിട്ടാക്കി. അതിനുശേഷം 2 തരുണിമണികളായ സുന്ദരികളായ നേഴ്സുമാരവിടെയുണ്ട്. അവരോട് പറഞ്ഞു, ഇനി എന്തായാലും നിങ്ങൾ 2 പേരും പൊയ്ക്കോളൂ, എൻ്റെ മക്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു അവിടെ നിന്നു. മക്കൾ ഒരാൾ നാരങ്ങ വെള്ളം മേടിച്ചിട്ട് വന്നു, ഒരാൾ ഇളനീര് വെള്ളവും മേടിച്ചിട്ട് വന്നു. അങ്ങനെ 2 പേരും അവിടെ വന്നു. 10 മിനിറ്റ് ഇരുന്നു. നേഴ്സുമാരെയൊന്നും കാണുന്നില്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാർ എവിടെ പോയി എന്നുള്ളത്. നിങ്ങൾ 2 പേരും വന്നത് കൊണ്ട് ഞാൻ അവരെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടു. കാരണം 2 പേര് നിങ്ങളുള്ളപ്പോൾ ഇനി അവരുടെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ 2 പേരും എന്നെ നോക്കാനുള്ളപ്പോൾ ഞാൻ എന്തിനാ അവരെ നിർത്തുന്നത് എന്ന് ചോദിച്ചു. കിഴവ, നിങ്ങളെയൊക്കെ നോക്കാനല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ 2 തരുണീമണികളായ സുന്ദരികളെ കണ്ടപ്പോൾ ഇവിടെ നിന്നതാണ്. നിങ്ങളുടെ അടുത്ത് 2 തരുണീമണികളായ സുന്ദരിയായ നേഴ്സുമാരുണ്ടെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല ഞങ്ങൾ വന്നത്. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ സ്നേഹത്തോടെ നിങ്ങളോട് പെരുമാറിയതേ ഞങ്ങൾ അവരെ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനുമായിട്ടായിരുന്നു. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾക്കിതൊക്കെ ഞങ്ങൾ വാരി വലിച്ച് മേടിച്ചിട്ട് വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് 2 മക്കളും ചൂടായി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് 2 പേരും അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വീണ്ടും നേഴ്സുമാർ അവിടെ വന്നു. എവിടെ മക്കൾ എന്ന് ചോദിച്ചപ്പോൾ അവർ പോയി. അങ്ങനെ ഡോക്ടറും വന്നു. അവിടെ മക്കൾ വന്നവർ പോയല്ലേ എന്ന് പറഞ്ഞു. അതെ, മക്കളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിമനോഹരമായ 2 തരുണീമണികളായ സുന്ദരിയായ നേഴ്സുമാരെ വേണമെന്ന് പറഞ്ഞത്. അവർ എന്നെ നോക്കാൻ വരുമോ അതെയോ ഈ തരുണിമണികളായ സുന്ദരികളെ കാണുവാനായിട്ട് വരുമോ എന്ന് നോക്കുവാനായിട്ടായിരുന്നു ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. അല്ലാതെ ഈ പ്രായമായ സമയത്ത് എനിക്ക് ഇവരെ കണ്ട് ആശ്വസിക്കാനായിരുന്നില്ല. അവർ എന്നെ നോക്കുമോ, എന്നെ സ്നേഹിക്കുമോ എന്ന് ഞാൻ അവരെ മക്കളെ പരീക്ഷണം നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും മനസ്സിലായി അവർ എന്നെ നോക്കില്ല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം സങ്കടപ്പെട്ട് കരയുവാനായി തുടങ്ങി. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം നിങ്ങൾ കുഞ്ഞായപ്പോൾ പരിപാലിച്ച് ഈ പ്രായം വരെ വളർത്തി വലുതാക്കിയതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല പ്രായമായ
നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കാൻ എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ തരുണിമണികളായ സുന്ദരികളെയല്ല നിങ്ങൾ കാണാൻ പോകേണ്ടത്. അങ്ങനെ അവർ നിങ്ങളെ ഇട്ടിട്ട് ഇതേപോലെ അവരുടെ പ്രായത്തിൽ തരുണിമണികളായ സുന്ദരികളെ കാണാൻ പോയാൽ നിങ്ങൾക്ക് ഭക്ഷണവും ഒന്നും കിട്ടില്ലായിരുന്നു കുഞ്ഞായ സമയത്ത് എന്ന് നിങ്ങൾ ഓർക്കുക. അതിനാൽ ഓരോരുത്തരും അവരവരുടെ മാതാപിതാക്കളെ വളരെ സുരക്ഷയോടെയും സന്തോഷത്തോടെയും നോക്കി പരിപാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഓക്കെ.